നമ്മൾ ഇന്ന് സംസാരിക്കുക എന്നത് നമ്മുടെ മെയിൻ സ്പീക്കർ എന്നത് സൂര്യ മാഡമാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ ഈ ആൾട്രൂയിസ്റ്റിക് അസോസിയേഷൻ മോഹൻജിയൊക്കെ ഒന്നിക്കുന്നത്. മോഹൻജി വളരെ വലിയൊരു ഒരു ഒരു പ്രസ്ഥാനം എന്ന മോഹൻജി ഫൗണ്ടേഷൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസൻസ് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അൾട്രൂയിസം എന്ന് പ്രാക്ടീസ് ചെയ്യുകയും അത് തൻ്റെ സമൂഹത്തിലെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തിത്വമാണ്. ഞാനത് ഇന്ന് ഗ്രേറ്റ് മോഹൻജി ചിലപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നിച്ച് പഠിക്കുകയും മോഹൻജിയുടെയൊക്കെ ഇൻസ്പിറേഷനിലൂടെ സമൂഹ സേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത നമ്മുടെ ഒരു സഹോദരി ചേച്ചിയെ പോലെ ഒരാളാണ് സൂര്യ മാഡം. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രദ്ധിക്കും. വെറുതെ ഒരു വാക്കല്ല ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ കാര്യം അവരുടെ രണ്ടുപേരുടെ ഗുരുനാഥനായ ദാമോദരൻ മാഷ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ അൾട്രൂയിസത്തിൻ്റെ യഥാർത്ഥ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഓർഗനൈസേഷൻ മോഹൻജി ഫൗണ്ടേഷനെ കുറിച്ചും അമ്മു കെയറിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയും. ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓവർ ടു സൂര്യ മാം. താങ്ക് യു രമേശൻ മാസ്റ്റർ. ലത, എൻ്റെ മാത്സ് ടീച്ചർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാമോദരൻ മാഷ്, പിന്നെ അൾട്രൂയിസ്റ്റിക്കിൽ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും മോട്ടിയും വെൽക്കം ചെയ്യുന്നു. ആൻഡ് ഓൾസോ പ്രണാംസ് എൻ്റെ ഗുരു മോഹൻജിക്ക് എൻ്റെ പ്രണാമങ്ങൾ. സാറിന് എൻ്റെ പൂജ്യ ഗുരുദേവനും എൻ്റെ പ്രണാമം. അപ്പം മോഹൻജി ഫൗണ്ടേഷൻസ്, ഞാൻ സൂര്യ, സാറ് പറഞ്ഞതുപോലെ ഗവൺമെന്റ് സർവീസിൽ ഇനി റിട്ടയർ ചെയ്യാൻ 5 മാസം ഉള്ളൂ. മെയ് 2021 മെയ്യിൽ എൻ്റെ റിട്ടയർമെന്റ് ആണ്. ഞാനിപ്പം ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആണ് കോഴിക്കോട്. 29 വർഷം സർവീസ് കഴിഞ്ഞു. ഇത് 30ാമത്തെ വർഷമാണ്. ഞാൻ അവിടെ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസറും കൂടിയാണ്. അപ്പൊ ഞാൻ ഗ്രാമ വികസന വകുപ്പില് പാവങ്ങളെ സഹായിച്ചുകൊണ്ട് തന്നെ ആണ് എൻ്റെ ജോലി. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീംസ്, അതായത് വീട്, ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ ജോലി, ഇത് കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. കേട്ടിട്ടുണ്ടാവും IRDP, തൊഴിൽ സംരംഭങ്ങൾ നൽകുക, അവർക്ക് ജോലി കൊടുക്കുമ്പോൾ തന്നെ കൂലി കൊടുക്കുക, അതിന്റെ കൂടെ ഫുഡും. പണ്ട് ഫുഡ് ഫോർ വർക്ക് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ജോലിന്റെ പകുതി അരിയായിട്ട് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, വീട് കൊടുത്തു, കക്കൂസ് കൊടുത്തു. അങ്ങനെ ഒരു ജോലിയായിരുന്നു. എല്ലാ ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീട്, കക്കൂസ്, കുളിമുറി, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ കൊടുക്കലാണ് പണി. ഒരുപാട് മീറ്റിങ്ങൾ കഴിഞ്ഞ് ഞാൻ ഈ അവസാനത്തെ എൻ്റെ 11th അവറാണ് എൻ്റെ സർവീസിൽ. പക്ഷെ ഞാൻ 1 മിനിറ്റ് പോലും ഞാൻ വെറുതെ നിൽക്കുന്നില്ല. 4 മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. അത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരുടെ ഒക്കെ ട്രെയിനിങ് ആയിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി വന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഞാൻ ഈ പുറത്തിൽ ഇത് പറയാൻ കാരണം കുറെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു അൾട്രൂയിസം എന്ന് പറഞ്ഞ ഒരു സംഭവം, ആ വേർഡ് സത്യം പറഞ്ഞ രമേശ മാസ്റ്റർ, ഇതിലൂടെ ഈ ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ ആ വേർഡ് അറിയുന്നത്. ആ വേർഡിന് പരോപകാരം എന്ന ഒരു മീനിങ്ങേ ഞാൻ എപ്പോഴും കാണുന്നുള്ളൂ. ആ പരോപകാരം എന്നത് നമുക്ക് എന്താണെന്ന് ഈ മോഹൻജി ഫൗണ്ടേഷന്റെ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒരു സ്പീക്കറായി എന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൂര്യ എന്ന വ്യക്തിയല്ല. പക്ഷെ ഞാൻ അത് പറയാൻ കാരണം മോഹൻജി എനിക്ക് മോഹൻജി മോഹനാണ്. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് ബെഞ്ചിൽ ഞാനിരിക്കുമ്പോൾ തൊട്ടടുത്ത ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആളാണ്. എനിക്കും മോട്ടിക്കും അങ്ങനെയാണ്. ദാമോദര മാഷ്ക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ്. അതേ മോഹൻജി തന്നെയാണ് ഇന്നും ഇത്ര വർഷങ്ങൾക്ക്, അത് 1980 കഴിഞ്ഞിട്ട് ഇന്ന് 40 വർഷം കഴിഞ്ഞിട്ടും അതേ മോഹൻ, കുറച്ച് താടി വന്നു, കുറച്ച് മുടി വന്നു എന്നല്ലാതെ അന്നും ഇന്നും ആ പഴയ മോഹനാണ്. അപ്പൊ അന്ന് മോഹന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം സംസാരിക്കില്ലെങ്കിലും നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ബോയ്സിനൊക്കെ പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ മിക്സഡ് ക്ലാസ് ആണ്, കുറച്ച് ഗേൾസും കുറെ ബോയ്സും ആണ്. അപ്പം യൂഷ്വലി ഞാൻ ടെൻഷൻ ആവും രാവിലെ. ദാമോദര മാഷ് മാത്സ് മാഷാണല്ലോ. അപ്പൊ സാറ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മോഹൻ എൻ്റെ അടുത്ത് പറയും, എന്തിനാ ബോയ്സിന് ബുക്സ് കൊടുത്തത്? അതേസമയം ആ ബുക്ക് വാങ്ങിച്ച് നീ എഴുതി കൊടുക്ക്. അപ്പൊ 1 time റൈറ്റിംഗ് ഈസ് ബെറ്റർ ദാൻ 10 times റീഡിങ്. അതാണ് മോഹൻജിയുടെ എനിക്ക് തന്ന ആദ്യത്തെ ഉപദേശം. മോഹൻ എനിക്ക് തന്ന ആദ്യത്തെ ഉപദേശം, അതും 8th സ്റ്റാൻഡേർഡിൽ നിന്ന്. അപ്പൊ ആലോചിച്ച് നോക്കും. അന്ന് മുതൽ അങ്ങനെ ഒരു രീതിയാണ് മോഹൻ്റെത്. അപ്പൊ അങ്ങനെയുള്ള മോഹനെ കുറിച്ച് ഈ അടുത്ത് ഒരു അച്ഛൻ അമ്മയുടെ ഇളയ അനുജന്റെ ഇന്റർവ്യൂവിൽ പറയുന്നു, എല്ലാം ദാനം ചെയ്യും. അത് എറണാകുളത്ത് പഠിക്കുന്ന കാലത്തും അത് തന്നെയാണ് സ്വഭാവം. എല്ലാ സംഭവങ്ങളും എടുത്ത് ദാനം ചെയ്യും.
അപ്പൊ അനിയമ്മാവൻ പറയാറുണ്ട്, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന്. അപ്പൊ ആ ഒരു സ്വഭാവം മോഹൻജിക്ക് പണ്ടേ ഉണ്ടായിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ, മോഹൻജി ഫൗണ്ടേഷന്റെ പ്ലാറ്റ്ഫോമിൽ, അമ്മു കെയറിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു സ്പീക്കറായിട്ട് എന്നെ വിളിച്ചതിന് ഞാൻ രമേശൻ മാസ്റ്ററിന് എൻ്റെ ഭയങ്കരമായ നന്ദി രേഖപ്പെടുത്തിയാണ്. അപ്പൊ ഈ അൾട്രൂയിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ വീട്, ഡ്രസ്സ്, ഫുഡ് ഇതെല്ലാം കൊടുക്കുന്നത് മാത്രമല്ല അൾട്രൂയിസം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഒരാൾക്ക് ഒരു ടെൻഷൻ ആകുമ്പോൾ, ഒരു സ്ട്രെസ്ഡ് മൈൻഡിൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ഉപദേശം കൊടുത്ത് അവരെ ഒന്ന് കാമാക്കുന്നതും ഒരുതരം അൾട്രൂയിസം തന്നെ. അതാണ് എൻ്റെ ഒരു, ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുകൾ എപ്പോഴും ചുറ്റുപാടും നോക്കും. എന്താ വിഷമം? ഒരു യാത്രയിൽ ഒരാൾക്ക് ഒരു വിഷമമുണ്ട്, ചിലപ്പോൾ അയാൾക്ക് കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെ ചിലപ്പോൾ അയാളുടെ ടിക്കറ്റ് നഷ്ടപ്പെട്ടു, അയാൾക്കൊന്നും അറിയുന്നില്ല, ഭാഷ അറിയാത്ത ആളുകളാണ്. 5 വർഷമായി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു. ഒരുപാട് ആളുകൾ എൻ്റെ ഒരു ട്രെയിനിന്റെ കുറിപ്പുകൾ എന്ന് എഴുതിയാൽ അത്രക്കും നമുക്ക് ചെറിയ ചെറിയ കാര്യമായിരിക്കാം. ഒരു അമ്മ, അച്ഛൻ മരിച്ച ഒരു കുട്ടി ഗോവയിൽ നിന്ന് വരുന്നു, അവര് ഒരു സ്റ്റോപ്പ്, അവർക്ക് തലശ്ശേരിയാണ് ഇറങ്ങേണ്ടത്, ഇരിട്ടിയാണ് പോകേണ്ടത്. അപ്പൊ അവര് കണ്ണൂർ ഇറങ്ങാതെ ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുട്ടീനെ ഒന്ന് മാറ്റി ഇരുത്താൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത സ്റ്റേഷൻ എവിടെയാ? തലശ്ശേരി. തലശ്ശേരി സ്റ്റോപ്പില്ല, കോഴിക്കോടാണ് സ്റ്റോപ്പ്. അയ്യോ, എനിക്ക് തലശ്ശേരി ഇറങ്ങുന്നു, കൊച്ചിനെയും കൊണ്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ പിടിച്ചു വെച്ചു, ഇനി സ്റ്റോപ്പില്ല. അപ്പൊ കുട്ടി ഭയങ്കര ബഹളം വെച്ചു, എനിക്ക് വീട്ടിലെത്തണം, എന്റെ ഹസ്ബൻഡ് പിറകിൽ വണ്ടി വരുന്നുണ്ട്, എന്നെ വീട്ടിൽ പെട്ടെന്ന് അയച്ചതാണ്. അപ്പം ആകെപ്പാടെ പ്രശ്നം. നോക്കുമ്പോ ആ കുട്ടീന്റെ അച്ഛൻ മരിച്ചിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് അമ്മയും മോനെയും ആദ്യം ഭർത്താവ് അയച്ചു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ. പിറകില് നേത്രാവതിയിൽ അച്ഛൻ ഭർത്താവ് വരുന്നത്ര. പക്ഷെ ഈ കുട്ടിയോട് പറഞ്ഞില്ല, ഇവള് വേഗം എത്തട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ കുട്ടീനെ കാലിക്കറ്റിൽ ഇറങ്ങി, അവിടെ നിന്ന് അവർക്ക് ഭക്ഷണവും കുറച്ച് ഫുഡൊക്കെ, ഇതൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, ടിക്കറ്റ് എടുത്തു കൊടുത്തു, 500 രൂപയും കൊടുത്ത് തലശ്ശേരിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറെ അടക്കം ഞാൻ ഈ കുട്ടി ഇറങ്ങുമ്പോഴേ ഏൽപ്പിച്ച് പേരാവൂർ എത്തുമ്പോൾ നേത്രാവതിയിൽ ഇതിന്റെ ഹസ്ബൻഡ് എപ്പോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണുകള്, മോഹൻജിയുടെ പ്രിൻസിപ്പിൾ അതാണ്. നമുക്ക് എന്ത് സഹായം എന്ന് മോഹൻജി പറയുന്നില്ല. മോഹൻജിനെ കുറിച്ച് പറയുമ്പോൾ, മോഹൻജിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. മോഹൻജി നമ്മളെ പോലെ ഒരാളാണ്. പക്ഷെ മോഹൻജി വേറൊരു തലത്തിലാണ് ലോകത്തെ കാണുന്നത്. അതാണ്, ആ തലത്തിലേക്ക് നമുക്കൊക്കെ എത്താൻ പറ്റിയാൽ അത് നമ്മളൊക്കെ അപ്പൊ വേറെ ആരോ ആയിന്നാണ്. അപ്പൊ മോഹൻജിയുടെ ആ തലത്തിൽ നിന്നും മോഹൻജി ചിന്തിക്കുമ്പോൾ, മോഹൻജി ഒരു സാധാരണ, മോഹൻജി കണ്ണൂരിൽ വരുന്നത് നമ്മുടെ കണ്ണൂർ ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം തലവനായ ഡോക്ടർ നമ്പൂതിരി, പാതിരിശ്ശേരി കേശവൻ നമ്പൂതിരിയുടെ അച്ഛൻ ഇവിടെ സർവീസിൽ വന്നപ്പോഴാണ് നമ്മുടെ കണ്ണൂർക്കാരനാവുന്നത്. ആ ബന്ധം ഇന്ന് നമുക്ക് ഈ രീതിയിൽ നിലനിർത്താനും ഇതുപോലെ അൾട്രൂയിസത്തിന്റെ ഫൗണ്ടറായി മോഹൻജി വരാനും ഒക്കെ സാധിക്കുക എന്ന് പറയുമ്പോൾ എന്തോ നമ്മളിൽ നിന്നും വ്യത്യസ്തത മോഹൻജിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മോഹൻജി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഏകദേശം 80 രാജ്യങ്ങളിലായി അമ്മു കെയറും മോഹൻജി ഫൗണ്ടേഷനും 50 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്റ്റേറ്റിലും മോഹൻജിയുടെ ഫാമിലിയിലെ അംഗങ്ങളുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു വളണ്ടിയർ മാത്രമായിട്ട് ഒരു 10-17 ആളുകളുണ്ട്. നമ്മളൊക്കെ കണ്ണൂർ ജില്ലയിലെ ഒരു വളണ്ടിയർ മാത്രമാണ്. അപ്പൊ വളണ്ടിയർ ആയിട്ട് നമ്മൾ അതാ വെച്ചാൽ ഒരു സേവനം മാത്രം. മോഹൻജിയുടെ എയിം തന്നെ എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മോഹൻജി ഫൗണ്ടേഷൻസിന്റെ അമ്മു കെയറിന്റെയും ഇടയിൽ ഞാൻ ഈ പറഞ്ഞ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഷെൽട്ടർ, ഫുഡ്, ഡ്രസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പൊ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 5, 6, 7 സെക്ടേഴ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഇന്ത്യയിൽ മാത്രം, നമ്മളിപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രളയം വന്നപ്പോൾ എല്ലാ രീതിയിലും 15,000-ഓളം ആളുകൾക്ക് കിറ്റ് കൊടുത്തു. സർക്കസിന്റെ ഒക്കെ ടീം 2 കേന്ദ്രങ്ങളിലായിട്ടുണ്ടായിരുന്നു. ഞാനും ദേവദാസും ഒക്കെയാണ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പൊ ഷൊർണൂറിൽ അവിടെ കിറ്റ് കൊണ്ട് കൊടുത്തു. കൊച്ചിയിൽ കുറ്റിപ്പുറത്തുള്ള ടീമിന് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. ഒരു ദിവസം എത്തിച്ചു കൊടുക്കലല്ല, അവരെ സ്വന്തം നാട്ടിൽ എത്തിക്കുന്നത് വരെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായി പ്രളയ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പം കോവിഡ് കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എർത്ത് ക്വാക്ക് വന്നു ക്രൊയേഷ്യയില്, ഈ മോഹൻജി ഫൗണ്ടേഷന്റെ ടീം അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫയർ വന്നു, കാട്ടുതീ വന്നു, അവിടെയും എത്തി. അപ്പൊ ഓരോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗത്ത് അങ്ങനെ ചെയ്യുന്നു. ഇപ്പം ഏകദേശം 8ഓളം ആംഗൻ പ്രവർത്തിക്കുന്നുണ്ട് മോഹൻജി ഫൗണ്ടേഷൻസിന്റെ. ആംഗൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ്. മോഹൻജിക്ക ആംഗൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ നോർത്ത് ആൻഡ് സൗത്തിൽ 2 ആംഗൻസ് ഉണ്ട്, പൂനെയിലുണ്ട്, പിന്നെ ഒറീസയിലുണ്ട്, അങ്ങനെ കുറെ 8ഓളം ഡൽഹിയിലുണ്ട്. അവിടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല
അവർക്ക് നാളെ അവർക്ക് ജീവിക്കാൻ ജീവനോപാധിയായിട്ട് ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലങ്ങളിൽ. അപ്പം അമ്മു എന്ന മകൾ എല്ലാവർക്കും അറിയാം. അമ്മു എന്ന് ആരാണ്? മോഹൻജിയുടെ ഇപ്പൊ 23ാമത്തെ കൊല്ലാണ് അമ്മു പോയതിനു ശേഷം ഉള്ള ഒരു സ്റ്റേജിൽ ഇന്നും അമ്മു ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളിലൂടെ അമ്മു ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ലക്ഷ്യത്തിലൂടെ ഓരോ ആളുകൾ ഇപ്പൊ മോഹൻജിനെ ഇഷ്ടപ്പെടുന്ന, മോഹൻജിയായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ട് ഇതിപ്പോ പറയാൻ വെച്ചാല് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരിലും ദൈവികമായ എന്തോ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ രമേശ് മാസ്റ്റർ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ സ്വയം ചിന്തിച്ചു. അപ്പൊ എന്നിലേക്ക് തന്നെ ഞാൻ നോക്കുമ്പോൾ എന്നിലും ഒരു പ്രകാശം. ഇപ്പൊ ശ്രീനാരായണ ഗുരുവായാലും എല്ലാവരും നമ്മളെ പോലെ മജ്ജയും മാംസവും ഉള്ള ആളുകൾ ഇവിടെ ജീവിച്ചപ്പോ അവരിൽ ഒരു ചൈതന്യം നമുക്ക് കാണുന്നുണ്ട്. ഈ ചൈതന്യം ഇന്നത്തെ മോഹൻജിയുടെ ക്ലാസ്സിൽ മോഹൻജി പറഞ്ഞു നമ്മൾ ഇതുപോലെ എന്താ പറയണ്ട മാനവ സേവ മാധവ സേവ, അതാണ് സായിയുടെ പ്രവചനങ്ങൾ. അതുപോലെ നമുക്ക് ഓരോരാളുകളെയും സഹായിക്കുമ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വരികയാണ്, നമ്മൾ നന്നായി വരികയാണ് എന്നാണ് മോഹൻജി ഇന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയല്ല, ചിലപ്പോൾ നമ്മൾ സ്വാർത്ഥരായി നമുക്ക് വേണ്ടി ഞാൻ നല്ല ദൈവികമായ ഒരാളായി മാറും അല്ലെങ്കിൽ എനിക്ക് ദിവ്യത്വം വരും എന്നുള്ള തോട്ട്സിന്റെ മേലെ നമ്മൾ സേവ ചെയ്യൂ, അപ്പോഴും നമുക്ക് നന്നാവാൻ പറ്റുമല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ വിവിധ മേഖല അമ്മു എന്ന കുട്ടിയുടെ ആ ഒരു ഇതിൽ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മോഹൻജിന്റെ ഡ്രീം എന്ത് പറയുന്നത് നമ്മുടെ തിരുവണ്ണാമലയിലുള്ള എൽഡേഴ്സിന്, അതായത് കുടുംബത്തിൽ നിന്ന് നമുക്കറിയാം ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അച്ഛനമ്മമാരെ ഒന്നും വേണ്ട. അപ്പൊ ഇവിടെ നമ്മൾ ഓൾഡ് ഏജ് ഹോമെന്നോ അല്ലെങ്കിൽ വൃദ്ധസദനെന്നോ പറയുമായിരിക്കും. പക്ഷെ മോഹൻജി അവിടെ അച്ഛനമ്മമാരെ, അച്ഛനാണ് അതിന്റെ തറക്കല്ലിട്ടത്. അവിടെ 2018 മുതൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മോഹൻജി ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ഈ മോഹൻജി ഫൗണ്ടേഷൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആരടുത്തും ഒരു എൻട്രൻസ് ഫീസോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ അല്ല ഈ ഒരു പൈസയൊന്നും ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൽ മെമ്പർ ആയാൽ എനിക്കറിയുന്നത് പോലെ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യും. ലത ടീച്ചർ ഇത് ഇവിടേക്ക് വരുവാണെങ്കിൽ ലത ടീച്ചർ ആവുന്ന രീതിയിൽ ലത ടീച്ചറിന്റെ സർക്കിളിലുള്ള എല്ലാവർക്കും കളക്ട് ചെയ്തിട്ട് ലത ടീച്ചർ ആരെയും ചോദിക്കാൻ പോകുന്നില്ല. ഒരാളൊരു കാര്യം വന്നപ്പോൾ ലത ടീച്ചർ തന്നെ ആ കാര്യം ചെയ്തു. അതുപോലെയാണ് നമ്മൾ ഓരോ പ്രവർത്തികളും ചെയ്യുന്നത്. അപ്പൊ ഈ തിരുവണ്ണാമലയിലെ പ്രോജക്റ്റ് വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ 55 പേരോളം അവിടെ ഉണ്ട്. മോട്ടി ഒരു പ്രാവശ്യം ചെരുപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് അതുപോലെ നമ്മൾ ടാങ്ക്, വലിയൊരു സ്റ്റീൽ ടാങ്ക്, വാട്ടർ ടാങ്ക് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ഒഡീസയില് ഏകദേശം അത് ദമ്പതികൾ ചിലത് വയസ്സുകാലത്ത് അച്ഛൻ ഒരു സ്ഥലത്ത് അമ്മ ഒരു സ്ഥലത്ത് പ്രായമായ ആളുകളെ വേർപെടുത്തുന്ന ഒരു പരിപാടി ഉണ്ട്. അത് എനിക്കും അതൊന്നും ആലോചിക്കാൻ ചിന്തിക്കാൻ പറ്റൂല. നമ്മളിപ്പം എൻ്റെ ഹസ്ബൻഡ് പോയി, നമുക്ക് ആ വേർപാട് അറിയാം. ആ പ്രായമാവും തോറും ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ അടുക്കുമ്പോൾ ഒരു മകൻ പറയും അച്ഛനെ ഞാൻ നോക്കിക്കോളാം, അമ്മേനെ നീ നോക്ക്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. ആ അച്ഛനെയും അമ്മേനെയും മരിക്കുന്നത് വരെ, മരണം ചിലപ്പോൾ അവരെ വേർപെടുത്താം, പക്ഷെ നമ്മളായിട്ട് അവരെ വേർപെടുത്തരുത്. അപ്പൊ ഒഡീസയില് ഇതുപോലുള്ള പാരന്റ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഒരു വാടക കെട്ടിടത്തിലാണ്, അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നില്ല, പക്ഷെ അവരെയും ഏകദേശം 2019 2 വർഷമായി അവരുടെ എല്ലാ ബേസിക് നീഡ്സുമായിട്ട് മോഹൻജി ഫൗണ്ടേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ മോഹൻജി ഫൗണ്ടേഷൻസിനെ കുറിച്ച് കുറെ ആളുകൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഒരു അൾട്രൂയിസം എന്ന് പറയുന്ന ഈ ഒരു ഫൗണ്ടറായ മോഹൻജിയുടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഞാനും വിചാരിക്കാറുണ്ട്. കുറെ ഇപ്പൊ ക്രിസ്റ്റഫർ വന്ന് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്, സോമ വന്നിട്ടുണ്ട്, പ്രീതി വന്നിട്ടുണ്ട്, അവരൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു മലയാളത്തില് നമ്മളിപ്പം മോഹൻജിയുടെ മലയാളം യൂട്യൂബ് ചാനൽ തുടങ്ങി, മോഹൻജി മലയാളം ഫേസ്ബുക്ക് ഉണ്ട്, മോഹൻജി. അപ്പൊ നമുക്ക് കുറെ ആളുകൾക്ക് നമ്മുടെ മോഹൻജിയെ അറിയാതെ പോകുന്നു. അപ്പൊ ഈ ഒരു ഫോറത്തിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാ എന്നുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഭക്ഷണ കാര്യത്തില് എന്നും നിത്യേന ഭക്ഷണ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് സേവ. അത് ഭക്ഷണം റോട്ടിയായിട്ടും അതായിട്ടും ഇതായിട്ടും വിവിധ, അത് ഇന്ത്യയിൽ മാത്രമല്ല ബ്രസീലിലും. ഇപ്പൊ മോഹൻപൂർ എന്ന് പറഞ്ഞ ജാംഷഡ്പൂരിലുള്ള ഒരു ഗ്രാമം തന്നെ ദത്തെടുത്തു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. പക്ഷെ എന്താ പറയണ്ട, സായിബാബ പറയുന്നത് പോലെ
എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നു. ഒന്നിനും ഒരു സ്കാസിറ്റി വരുന്നില്ല. അപ്പൊ ഇപ്പൊ ഡൽഹിയിൽ എങ്ങനെയാ വെച്ചാൽ കുറെ കുട്ടികൾക്ക് ഒരു തൊഴിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു സംഭവമാണ്. ഈ റോട്ടി, നമ്മളെ ഈ റോട്ടി കൈകൊണ്ട് റോട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഈ റോട്ടി നമ്മുടെ അമ്മു കെയറിന്റെ ആളുകൾ തന്നെയാണ് ഇവർക്ക് ഇതിനുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. എന്നിട്ട് ആ റോട്ടി എടുത്തിട്ട്, നമ്മുടെ റോട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ തിക് ചപ്പാത്തീസ്, അതെടുത്തിട്ട് നമ്മുടെ സഞ്ജയ് ഗാന്ധി ആനിമൽ ഷെൽട്ടർ ഉണ്ട്, അവിടെ പോയി അവർക്ക് കൊടുക്കും, ആനിമൽസിന് ഫുഡ് കൊടുക്കും. മോഹൻജിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫ്ലോറ ആൻഡ് ഫോണ എല്ലാം ഒരുപോലെയാണ്. ഞാനായാലും മുറ്റത്തുള്ള തുളസി ചെടി ആയാലും എല്ലാം ദേവദാരു ആയാലും മോഹൻജിയുടെ കണ്ണിൽ എല്ലാം ലിവിങ് ബീങ്സ് ആണ്. അതാണ് വേറൊരു പ്രത്യേകത. ആ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള ആർക്കെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. സായിബാബക്ക് ഉണ്ടായിരുന്നു. അത് മാവിനായാലും മരത്തിനായാലും വെള്ളം കൊടുക്കുന്ന ആ ഒരു ശീലം, പക്ഷിക്കും ഉറുമ്പിന് പോലും ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇത്. അപ്പൊ അവിടെ എന്നും അപ്പൊ ഈ റോട്ടി നമ്മുടെ അമ്മു കെയർ വാങ്ങിക്കുന്നു, ഇവർക്ക് കൊടുക്കുന്നു. അല്ലാത്ത റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ കാത്തു നിൽക്കും ഈ റൊട്ടിക്ക് വേണ്ടി. അപ്പൊ എന്തായി, ഈ 10-12 കുട്ടികൾക്ക് വരുമാനമായി. അപ്പൊ ഇതിലൂടെ നമ്മൾ ഓരോ ആളുകളെയും ഇതൊന്നും ഈ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മോഹൻജി 1% പോലും ചെയ്യുന്നില്ല. പക്ഷെ ഓരോ ആളുകളും ഇപ്പൊ ഈ ഒരു സംഘടനയിൽ കുറെ ആൾക്കാർ വന്നപ്പോ ചിലപ്പോൾ രമേശ മാസ്റ്റർ ശിഷ്യന്മാരായിരിക്കാം, രമേശ മാസ്റ്റർ പരിചയക്കാരായിരിക്കാം. പക്ഷെ ഈ എല്ലാ ആഴ്ചയും അൾട്രൂയിസം 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 എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരും അല്ലെ, നമുക്കൊരു മാറ്റം വരും. ഇപ്പോഴത്തെ ഓട്ടോറിക്ഷക്കാരുടെ ഒക്കെ ജീവിതം വളരെ കഷ്ടമാണ്. കോവിഡ് കാലത്ത് ഓണത്തിന് മോഹൻജി നമ്മൾ 30 ഓട്ടോറിക്ഷ ഫാമിലിക്ക് കിറ്റ് കൊടുത്തു. കിറ്റ് കൊടുത്തു പറഞ്ഞാല് എന്തെങ്കിലും കൊടുത്തതല്ല, നമ്മൾ നല്ല നെയ്ച്ചോറിന്റെ അരി ഒരു 3 കിലോ, അതിനനുസരിച്ച് നെയ്യ്, പാല്, മറ്റുള്ള എല്ലാ സാധനങ്ങളും, അതായത് അവർക്ക് എന്നിട്ട് ഒരു 100 രൂപയും കൊടുത്തു. അതൊരു എക്സ്ട്രാ പപ്പട അടക്കം കൊടുത്തു, അച്ചാറടക്കം. അപ്പൊ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ സമാനമായി കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ഫുഡിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം മോഹൻജി, അത് ഞാനാ നോക്കുന്നത്, അനില്, നമ്മുടെ ഫ്രണ്ട്സ് ദാമോദര മാഷ്, നമ്മളാണ് ഇതിന്, വേറെ ആരും ഇല്ല. അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ 3 മാസത്തിനിടയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് എവറി മന്ത് കീമോക്ക് പൈസ വേണം. ആ പൈസ ആദ്യം 6000 റുപ്പീസ് കൊടുത്തു, ഇപ്പൊ കഴിഞ്ഞ മാസം 1500 രൂപ കൊടുത്തു. അങ്ങനെ ആ ഒരാളെ, വർഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് അതിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ്, മോഹൻജി സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. മോഹൻജിയോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ മറ്റുള്ള രീതിയിലൊന്നും. മോഹൻജി പറഞ്ഞു സൂര്യ 50,000 രൂപ കൊടുക്കണം, മംഗള ചെലവ്. ഞാൻ പറഞ്ഞ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാം. ഞാൻ ആദ്യം അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ വളരെ പരിതാപകരമാണ്. രമേശ മാസ്റ്ററെ, കണ്ണൂർ കെന്റോൺമെന്റിൽ ഈ ഫാമിലി, ഒരു വികലാംഗനായ ഒരു കുട്ടി, ഈ അമ്മ, ഈ 27 വയസ്സുള്ള ഈ പെൺകുട്ടി, വളരെ എന്താ പറയണ്ട, പാത്തറ്റിക് ആണ് അവരുടെ കണ്ടീഷൻ. ഒരു ബാത്റൂം പോലും ഇല്ല. അപ്പൊ ഞാനിപ്പോ കൗൺസിലറുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവരെ അവിടെ നിന്ന് മാറ്റാൻ അവര് വില്ലിങ് ആണെങ്കിൽ, അവരെല്ലാം ഈ കെന്റോൺമെന്റ് നാളെ നമുക്ക് ഇവിടുന്ന് വലിയ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവര് പോവാൻ തയ്യാറാണ്. അപ്പൊ ഇതിന്റെ കല്യാണമാണ് 27 വയസ്സുള്ള ഈ പെൺകുട്ടീനെ ഒരു 17 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു 30,000 രൂപ കൊടുത്തു, അതിന് ഡ്രസ്സ് കൊടുത്തു. എല്ലാം ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എല്ലാ അക്സസറീസ് അടക്കം അതിന്റെ അമ്മക്കും അതിന്റെ ബ്രദറിനും എല്ലാം തന്നെ നമ്മൾ ഡ്രസ്സ് കൊണ്ടു കൊടുത്തു. ആ കുട്ടി കല്യാണ ഫോട്ടോ ഇന്നലെ ഇട്ടു. വേറൊരു പെൺകുട്ടി പറഞ്ഞ് അതിന്റെ അച്ഛൻ ഹാൻഡിക്യാപ്റ്റ് ആണ്, അതിനൊരു തൊഴിൽ ചെയ്യണം, ഓൺലൈൻ ബിസിനസ്. അപ്പൊ അതിന് തയ്യൽ പരിശീലനം ഒക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോ നമ്മൾ അതിനൊരു മെഷീന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. പക്ഷെ മെഷീന് ആ കുട്ടി ആവശ്യപ്പെട്ടത് 5000 രൂപയാണ്. ഞാനത് പെട്ടെന്ന്, പക്ഷെ എന്തോന്നറിയില്ല, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഏതെങ്കിലും ക്ലാസ് പഠിച്ച ഒരു 2-3 ആളോട് ചോദിക്കുമ്പോൾ, അല്ലെ കസിൻസിനോട് 10, 10, 18 ബാക്കി ഞാൻ ആഡ് ചെയ്ത് 30,000 രൂപ. ആ കുട്ടിക്ക് കൊടുത്തത് കൂടാതെ മോഹൻജിക്ക് ആ കുട്ടി ഒരു ഫോട്ടോ അയച്ചിരുന്നു. അപ്പൊ അത് വളരെ ബ്ലേഡായി തോന്നിയിട്ട് അമ്മുവിന്റെ ബർത്ത്ഡേക്ക്, അല്ല ദേവിജീന്റെ ബർത്ത്ഡേ ആയിരുന്നു, മോഹൻജിയുടെ വൈഫിന്റെ ബർത്ത്ഡേ ആയ ദിവസം ഈ കുട്ടിക്ക് ഒരു പാർസൽ വന്നു. നല്ലൊരു ഐഫോൺ മോഹൻജി കൊടുത്തു. അപ്പൊ നമ്മള് എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, ആർക്ക് എന്ത് വേണം, അപ്പൊ അത് കിട്ടിയാൽ അവർ ഒരു എങ്ങനെയെങ്കിലും പച്ച പിടിക്കും. ഇപ്പൊ എല്ലാവർക്കും 1,00,000 രൂപയോ 5,00,000 രൂപയോ കൊടുത്ത് എല്ലാരെയും നന്നാക്കാനൊന്നും എനിക്കും രമേശ മാസ്റ്ററും മോഹൻജിക്കും ഒന്നും പറ്റൂല. പക്ഷെ എന്താ നമ്മുടെ കയ്യിലുള്ളിൽ നിന്നും ഒരു ലേശം, ഒരു കുറച്ച് നമ്മൾ കൊടുക്കുന്നു. അതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ആൾട്രൂയിസം. അത് നമ്മൾ ആലോചിക്കരുത്, നമുക്ക് നാളെ അത് കിട്ടോ, നാളെ എന്താവും ഒന്നും ആലോചിക്കരുത്. അപ്പൊ തന്നെ നമ്മൾ
ആ ഒരു ഹെൽപ്പ്. ഇതിന് നമുക്ക് വേണ്ടുന്നത് ഒരു മനസ്സാണ്. പക്ഷെ ആ മനസ്സ് എനിക്ക് തോന്നുന്നു ഇപ്പൊ 2-3-4-5 മാസമായിട്ട് കുറെ ആളുകളിൽ ആ ഒരു എല്ലാവരിലും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമുക്ക് ഒരാള് റോഡിൽ വീണപ്പോ ഞാൻ ട്രോമ കെയറിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഒരാൾ വീണപ്പോ നമ്മൾ ആദ്യം ഒന്ന് നോക്കി, ഞാനായിരിക്കും ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും, ഞാൻ നോക്കി. പിന്നെ ഒരാൾ വന്ന്, രണ്ടാൾ വന്ന്, എല്ലാരും ഇങ്ങനെ നോക്കി ഇങ്ങനെ വെപ്രാളപ്പെടും. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാള് ഒന്ന് പിടിക്കുന്നൊരൊറ്റ വാക്ക് പറയുമ്പോഴേക്ക് എല്ലാവരും എല്ലാം. അപ്പൊ ആ ഒന്ന് പിടിക്കപ്പാ, നോക്കി നിക്കല്ല എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്ക് മതി നമുക്ക് ഒരാളെ രക്ഷിക്കാൻ. ആ വാക്കാണ് ഇവിടെ പ്രശ്നം. എന്നിട്ട് കുറെ കഴിഞ്ഞാൽ പറയും, എടാ മറ്റേ ആള് മരിച്ചു വരും, ഞാനേനും ആദ്യം എത്തി. ഇങ്ങനെ പറയാം. എനിക്ക് കണ്ടിനപ്പ ഞാൻ 2 ഫോട്ടോ എല്ലാം എടുക്കുമ്പോഴേക്കും ഇതാണ്. അപ്പൊ നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മളെ ഉള്ളില് നമുക്ക് ഇതെല്ലാം ഉണ്ട്. ആ ഒരു ത്വര നമുക്ക് ഇതുപോലുള്ള കുറെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ നമ്മൾ അറിയാണ്ട് അങ്ങനെ അങ്ങ് ആയിപ്പോ. സാറ് പറയും, മോളെ നീ എന്നോട് പറഞ്ഞില്ല, ഞാൻ തരുവായിരുന്നല്ലോ എന്ന് പറയും. സാറിന്റെ പൈസ അവിടെ ബാങ്കിലുണ്ട്. ഞാനിങ്ങനെ ഒരു ചെറിയൊരു മെസ്സേജ് ഇടുമ്പോ ഒരു 3 സൂര്യേച്ചി ഞാൻ തരാം. ഈ പെൺകുട്ടിക്ക് വേണ്ടിയില്ലേ, ഒരാൾ 10 തന്നു, ഇന്നൊരാൾ 10 തന്നു, എന്റെ ഈ മോഹൻജിയുടെ പഠിച്ച കൃഷ്ണൻ 5 തന്നു, ഇന്നൊരാൾ 3 തന്നു, 28. 2 ഞാൻ ആഡ് ചെയ്തു, ബാക്കി ഡ്രസ്സിന്റെ പൈസ ഞാൻ ആഡ് ചെയ്തു. അത്രയും വേണ്ടി വന്നിട്ടുള്ളൂ. അത്ര നല്ല. കാരണം ഈ കോവിഡ് കുറെ മനുഷ്യന്മാരിൽ ഒരു ബോധോദയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകില്ലാന്നും, ഇതൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നതാണെന്നും, സ്വർഗവും നരകവും എല്ലാം ഇത് തന്നെയാണെന്നും മനുഷ്യന്മാരിൽ ഒരു ബോധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കെട്ടിപ്പിടിച്ച് അടക്കി പിടിച്ചാ പോകുമ്പോ ഇപ്പൊ ഇലക്ട്രിക് ശ്മശാനത്തില് ഡ്രസ്സ് പോലും വേണ്ട. പണ്ട് പറയും ഉടുതുണി വേണം, പിന്നെ പറയും 6 അടി മണ്ണ് വേണം. ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ പോകുമ്പോ എന്ത് ഒന്നും കൊണ്ടുപോകില്ല. പക്ഷെ നന്മയുള്ള ഒരു മരമാണെങ്കിൽ ആ നന്മ കുറച്ചു കാലം നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് എനിക്കറിയാം, എൻ്റെ അച്ഛൻ്റെ പേര് എനിക്കറിയാം. എന്നാ നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയുന്നു, വിവേകാനന്ദനെ കുറിച്ച് അറിയുന്നു. അപ്പൊ നാളെ എന്നെ പറ്റി അറിയണമെന്നില്ല. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഇട്ടേച്ച് പോകുന്നത് ഇത് മാത്രമാണ്. നമ്മൾ ഒന്നും വേറെ കൊണ്ടുപോകില്ല. വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല, തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല. ആർക്കും അറിയില്ല. കൈ ഇങ്ങനെ മലന്ന് കിടന്ന് കരഞ്ഞിട്ട് തിരിച്ചു വരും. എല്ലാവരും വിരൽ ഇങ്ങനെ കെട്ടി, തുണി കൊണ്ട് കെട്ടി ഇങ്ങനെയാ തിരിച്ചു പോകുന്നത് അല്ലേ. നമ്മളെ വിരൽ ഇങ്ങനെ കെട്ടും, കാലിന്റെ വിരലും എല്ലാം കെട്ടി വായ അടക്കം മൂടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഇത് ഈ കോവിഡിലൂടെ കുറച്ച് ശതമാനം ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഞാനിപ്പോ ഇങ്ങനെയെല്ലാം ചെയ്ത് എന്റെ ഫേസ്ബുക്കിൽ ഇടുമ്പോ എന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ പറയാണ് ഞാൻ സഹായിക്കാം. ഞാൻ ഈ പെൺകുട്ടിക്ക് 30,000 രൂപ കൊടുക്കാൻ പോയപ്പോൾ ഈ നമ്മുടെ ക്യാൻസർ പേഷ്യന്റിനെ കണ്ടു, അതിനൊരു 500 റുപ്യ കൊടുത്തു. അപ്പൊ തിരിയുമ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരു ചേച്ചി വന്നു, അതിനൊരു 500 റുപ്യ കൊടുത്തു. അപ്പൊ അതിന്റെ സിസ്റ്റർക്ക് ഒരു 500 റുപ്യ കൊടുത്തു. ആ കണ്ണ് കാണാത്ത ചേച്ചി ഇപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഇന്നലെ സർജറി കഴിഞ്ഞ് കിടക്കുക. അവർക്ക് ഇന്നലെ 50,000 രൂപ ചെലവായിട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ സഹോദരൻ മെൽവിൻ, എന്റെ ക്ലാസ്മേറ്റ് ആണ്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ്, മെൽവിൻ ജോൺ. മെൽവിനോട് പറഞ്ഞു, മെൽവിൻ നിങ്ങൾക്ക് എപ്പ പൈസ വേണോ ആള് റെഡിയാണ്. ദിനേശ് ചന്ദ് മേലത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് റെഡിയാണ്, MK റിയാസ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് റെഡിയാണ്. സൂര്യ എപ്പം മെൽവിന് പൈസ വേണോ നീ പറഞ്ഞു, അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ജനങ്ങളുടെ ചിന്താഗതി മാറി. കാരണം ഗൾഫിൽ പൈസ ഉണ്ടാക്കി വീട്ടിൽ ഫാമിലിനെ കാണാൻ വരാൻ പറ്റുന്നില്ല, അവരവിടെ വിഷമിക്കാണ്. അപ്പൊ നമുക്ക് ഒരു നന്മ ചെയ്യാനുള്ള ഒരവസരം. ഇതൊക്കെ തന്നെയാണ് മോഹൻജി ഫൗണ്ടേഷൻസും അമ്മു കെയറും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഇനിയും സമയമുണ്ട്. ഇനി ഏതായാലും ഞാൻ പറയാം. ഇനി എനിക്ക് 5 months ഉള്ളൂ. കുറച്ച് തിരക്കാണെങ്കിലും നിങ്ങളെ കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. അത് ആ ഒരു പാത്തിലൂടെ ഞാൻ നിങ്ങളുടെ കൂടെ വരും. Hello everyone. Surya ji, yes, Master. Okay, I was watching you, ma'am. So nice, fantastic. Such a nice, to meet you. I hope I go through all the chapters and everything. No, you gave me a voice message. Surya ji. It was so nice. You were speaking From with Singapore. so much of passion about Ammu Care. It was so nice. I couldn't understand everything, but I could understand. But whatever I expressed is from your voice message and Guruji's message. No, that's what I was thinking. I could understand in bits. I could understand what you were saying, and I think you conveyed it very beautifully. Whatever Ammu Care is doing, I think you conveyed it to everyone very, very beautifully.
Kamalji, Moti sir, Kamalji is also there in the screen, right? On the slide. He must have gone to dental, I believe. Yes, yes, he had gone. He had an He appointment gave with me the a call doctor. in the Yes. morning and he told he will try to Yes. participate once he is back from the Yes, dentist. yes. He Aaron, went actually. This Yes. is our great Damodaran masters. Both are blessing each other. Yes. That is Mohanji's teacher. I know. Yeah, I saw Yes. his picture. He'll speak, ma'am. Yes. He'll speak very soon after this Oh, presentation. yeah. Swami Okay. He's here Chidanandapuri. today. Wow. This That is is our so first yes. visit after 37 years. Oh, okay. Kamal with Mohanji at the same day at Okay. Fort. You know, This is the great place photo. where Mohanji used to sit when he was a schoolboy. Oh, okay. I see that place. Yeah, that's a fort. I see. Okay. You come further now? Oh, this is our roti ghar. Yeah. In Delhi. No, roti ghar is in Mumbai. Mumbai, okay. This is our livelihood project in Delhi. Shirdi Okay. Seva, I think. Street Seva. This is in Bangalore. This is that, I think, that cancer hospital, Soma. No, that is not cancer hospital. That is in Angan, Bangalore Angan. This is our Sanjay Gandhi. Okay. Sanjay Gandhi National. See the Ramesh Master, the Rotis. Yes, we could see they are preparing roti, I know. Yes. They make 1400 rotis every day. Oh, great. And these 1400 rotis are served to the animals. And, sometimes these are also served to human beings. So we have Annadan, I think twice or thrice a week for humans, and other days it's served to the animals. So it's a livelihood project, come Annadan. The same thing we have even in Shirdi, what we are doing. That's for us, that's a livelihood project plus Annadan. We serve food at 7 different locations in Shirdi. And also, it's helping many people affected by COVID to make a living for themselves. So I think there are 4 of them. നമസ്കാരം ഇത് വളരെ യാദൃശ്ചിയാണ് ഇന്ന് കമൽജി പറഞ്ഞു എന്തായാലും എത്താൻ പറ്റുന്നത്. അതെ അല്ല she came from Calcutta today. കൽക്കട്ട Surya, thank you. Thank you, Vanda. Blessings, Madi. മോഹൻജി വളരെ വ്യക്തമായി ഒരുപാട് സംസാരിച്ചു, ഓർമ്മകളും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നത് ദാമോദരൻ മാഷ് നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹം ആദ്യം ഒന്ന് സംസാരിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. ദാമോദരൻ മാസ്റ്റർ നമസ്കാരം. നമസ്കാരം. വലിയൊരു അത്ഭുതമാണ് ഒന്നിച്ച് കേക്കുണ്ട് പറഞ്ഞോളൂ. മോത്തി വന്ന തിരിച്ചു വന്ന മോത്തി ഇല്ല, എയർപോർട്ടിലുള്ള. ഓക്കെ, ശരി. ഹലോ, പറഞ്ഞു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങാണ് ആദ്യം സംസാരിക്കേണ്ടത്. അപ്പോ പിന്നെ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എന്തൊക്കെയല്ലോ ആയിട്ട്, അതായത് കൊല്ലത്തെ 2ാമത്തെ മീറ്റിംഗ് ആണ്. അതിൽ നമുക്ക് പിന്നെ എല്ലാവരെയും കിട്ടി, ഫൗണ്ടറെയും എല്ലാവരെയും കിട്ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ സൂര്യ അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതിനുശേഷം ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള സന്തോഷം എന്താന്ന് വെച്ചാല്, എൻ്റെ 3 കുട്ടികളാണ് ഒരേ വേദിയിൽ വലിയൊരു സംരംഭത്തിന്റെ നെടും തൂണുകളായിട്ട് കാണാൻ കഴിഞ്ഞപ്പോ ഞാൻ എവിടേക്കോ എത്തിപ്പോയി കേട്ടോ. സത്യത്തില് ഈ മക്കളെ ചെറുപ്പത്തിൽ കാണാനും പഠിപ്പിക്കാനും ഉള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടിയല്ലോ ദൈവമേ, അതിന് എനിക്ക് സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു പ്രത്യേകത എനിക്ക് വന്നു നോക്കുമ്പോ ഇപ്പോ അങ്ങേയറ്റത്തെ സന്തോഷമുള്ളൂ. അതുകൊണ്ട് വേറെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്നിട്ട് ഇന്നത്തെ ഈ ഇതില് അവസാനം ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ദ ഗ്രേറ്റസ്റ്റ് ജോയ് ഓഫ് ലൈഫ് ഈസ് ഇൻ ഗിവിങ്, ഈസ് ഇൻ ലവിങ്, ഈസ് ഇൻ സാക്രിഫൈസിങ്. ഇത് 3ഉം ഈ എൻ്റെ 3 മക്കള് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കാണുമ്പോൾ അതിന്റെ പിന്നാലെ ഒന്നും കഴിയില്ലെങ്കിലും പിന്നാലെ ഇങ്ങനെ നടക്കാൻ സാധിക്കണേ ദൈവമേ എന്ന
ഒരു പ്രാർത്ഥന മാത്രം. അതിനെല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. മോഹൻജി നമുക്ക് സംസാരിക്കാം. മോഹൻജിയുടെ വാക്കുകളാണ് ഇനി വളരെ പ്രധാനമായിട്ട്. അല്ല സാർ, അനുഗ്രഹം മാത്രമേ വേണ്ടൂ സാർ. നമ്മള് ഒന്നും ചെയ്യണമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഓരോ എന്തൊക്കെയോ നടന്നു പോണു. അതിൽ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആണ്. പക്ഷേ സാർ, സാറിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അത് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. സാർ അന്ന് തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ച് ഓർക്കണ്ട. നമ്മളന്ന് കണ്ടപ്പോൾ ഇപ്പൊ ഷെയർ ചെയ്തു. അതെ, കാണണോ? ഒരു ചെറിയ വീഡിയോ ഷെയർ ചെയ്തു. സാർ അല്ല സാറ്, നമ്മള് പിന്നെയും കണ്ടുമുട്ടാൻ പറ്റിയത് സൂര്യയുടെയും ഒക്കെ എഫേർട്ട് കൊണ്ടാണ്. എത്ര 40 കൊല്ലം കണ്ടില്ലല്ലോ, 38 അതെ അതെ, അന്നത്തെ ഇതില് നമ്മള് വീണ്ടും കണ്ടുമുട്ടിയല്ലോ. അതെ, ആ കണ്ടുമുട്ടിയതിന് സൂര്യയുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് അത് എത്തിയത്. അല്ലെങ്കിൽ ഈ രൂപത്തിലൊന്നും കാണില്ല. നമ്മുടെ ചൊവ്വാഴ്ച സ്കൂളിന്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ഞാനത് എത്തിപ്പോയി. കാരണം നിങ്ങൾ മൂന്നാളും ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചു പോയത്. ചൊവ്വാഴ്ച സ്കൂൾ ഗ്രൗണ്ടും ചെറിയ കുട്ടികളും ചെറിയ ആൾക്കാരും ഹോട്ടലും ചാടലും ഒക്കെ ആയിട്ടങ്ങ് ഓർത്ത് വല്ലാത്തൊരു എന്താ പറയാ, അതിന് ഓർമ്മയിലൊരു ഇതായി. പ്രായമൊക്കെ ഒന്ന് മറന്നു എന്നൊരു തോന്നൽ വന്നുപോയി ചില സന്ദർഭത്തില്, സൂര്യയുടെ ചില വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും. അപ്പൊ ഇത് കാണാനും ഇവർക്ക് വീണ്ടും ഒന്നും കൂടി ഇങ്ങനെയൊക്കെ എങ്കിലും ഓൺലൈനിലാണെങ്കിലും വെർച്വൽ ആയിട്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാനും അടുത്ത് വർത്തമാനം പറയാനും കഴിഞ്ഞതിൽ ദൈവം അനുഗ്രഹിച്ചു. വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, അത്ര തന്നെ. സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അനുഗ്രഹിക്കുക സാർ. സാർ ശക്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അതെ അതെ, മനസ്സിലെപ്പോഴും ഉണ്ട്. നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റിന്റെ മുകളിൽ നിൽക്കുക സാർ. എർത്ത് ക്വേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ട്രെമർ നടക്കുകയാണ് ക്രൊയേഷ്യയില്. നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ ക്രൊയേഷ്യയില്. ഒരു ഗ്രാമം മുഴുവൻ നശിച്ചുപോയി. അവര് എവിടെയും പോവാൻ സമ്മതിക്കുന്നില്ല. അവര് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ എംബസീസ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കുറെ വർക്ക് ഉണ്ടായിരുന്നു അതിന്റെ മുകളില്. എംബസീസ് ഒക്കെ അവര് റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറ്, ആരും പോവാൻ തയ്യാറല്ല. അവര് പറഞ്ഞു പശുവുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്. അവരൊന്നും അപ്പൊ ഹ്യൂമൻ ലൈഫ് ഒരുപാട് സഫർ ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ എല്ലാം നോക്കണ്ട. ഇപ്പൊ ട്രെമർ ഇപ്പോഴും ഉണ്ട്, പിന്നെയും ട്രെമർ വന്നു, ആഫ്റ്റർ ഷോക്സ് വന്നു. പിന്നെ ഇപ്പൊ സ്ലോവീനിയയില് പിന്നെ അവിടുത്തെ അറ്റോമിക് ഇത് ക്ലോസ് ചെയ്തു, ന്യൂക്ലിയർ ഫെസിലിറ്റി ക്ലോസ് ചെയ്തു. കാരണം അത് ലീക്ക് ആവണ്ട വിചാരിച്ചിട്ട്. ഒരുപാട് ഇഷ്യൂസ് നടക്കുകയാണ് ഇപ്പോ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആൾട്രൂയിസം ഇസ് ആൻ ആറ്റിറ്റ്യൂഡ്, ആൾട്രൂയിസം ഇസ് ആൻ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് തന്നെ വേണ്ടു, ബാക്കി തന്നെ വരും. നമ്മുടെ എല്ലാ പ്രോജക്ട്സും അല്ലെ, ഓൾ അവർ പ്രോജക്ട്സ് ഇൻ ഇന്ത്യ, ഇറ്റ് ജസ്റ്റ് സ്പ്രൗട്ടഡ്. It happened in places and we just supported it. Yes. We didn't make any plans. We didn't make any plans. It is happening what happened here now. Yeah, she's doing a great job, Shoma, our president of No, it's all Mohanji's grace actually. No, I don't want to take your thunder. No stealing the thunder. Okay. From the very beginning she was with us. Okay, that's great. അൾട്ടൂറിസത്തില് ഇപ്പൊ നമ്മൾ കുറെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടെന്ന് വെച്ചോ. അപ്പോ അവർക്ക് ഇപ്പൊ ജോലി ഇല്ലാത്ത കൂട്ടരുണ്ട്. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഇതില്? Actually, we are definitely supporting a lot of people. What we tell them is that unite your strengths together and try to help each other. So that some people may have contacts, some people may have skills. Yes. So if you bring all this together, everybody can survive. Correct. Yeah. Whatever, it's an attitude, as I said. And whatever comes without selfishness, it can be considered altruism. Correct. Yeah. Like Vijarabindu sir said, the practical aspect of Krishna means just being practical. In every situation, you can be practical, and we can just pull our strengths together and make something out of it. Correct. People have made apps like this for helping people, and it's working. I think it's working quite well. Yeah, this is all possible. വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാവുന്ന ഒരു വലിയൊരു സംഭവമായിട്ടും
അത് രമേശ് മാസ്റ്റർ അത് ആങ്കർ ചെയ്യല പ്രോബ്ലം. അതായത് what happens is when this unity comes together and it starts working, there should be somebody who's maintaining it. Yes. But what happens is when a good project comes, people get carried away and they go away. Yes. And then it gets abandoned. Definitely. Yeah, so that's the issue. But there is a big possibility. Somebody can anchor it. Somebody can put it together. People are very enthusiastic and they do well as well. But at some point in time, they all get jobs and they get activities and they go away. And then it gets abandoned. മോത്തി ഇപ്പൊ ഞാൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലല്ലേ ഇപ്പൊ നമ്മുടെ കുറെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അവിടെ. അതേപോലെ നമ്മൾ റീജിയണലി ലാംഗ്വേജ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ആൾക്കാരൊക്കെ ആത്മഹത്യയുടെ ഒക്കെ വക്കത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെവരൊക്കെ നമുക്ക് അപ്പാപ്പ സഹായിച്ചില്ലെങ്കിൽ അവർ നിൽക്കില്ല. അതായത് അവർ they need somebody to speak to. So we make a local pool, same time zone. അങ്ങനെ we have created early birds club ഇല്ലേ? Early Birds Club is actually, we are knitting a lot of people together as per time zone. We have a kids club and a youth club, teens club, and all this is to help about people. 210 members. You are part of the board, right? Yes. You are on the board. I'm coordinating with Preeta. So what I'm saying is that this is practical, this is possible. ഞാൻ എന്താ പറയുന്നത് വെച്ചാല് everything should be considered like a family. We should not look at as people. Yes. We should look at everybody as family. One family. And we should help each other. We don't know what situations each one goes through, but we should be able to help them as things evolve. Correct. നമ്മളെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കാവൂ. We should not have people. We should have only family, like altruistic family. Yes. So that we don't have a problem to talk to each other. Anytime you can pick up the line and talk. Hey, I have this problem. Can you help me? And it's easy. We can support each other individually. Yes. Nalla caption ah Mohanji. One world, one family. Mohanji Foundation is one world, one family. Yes. You know, I did further. In fact, I did something else. All my wealth and assets in the world belongs to all the people. I signed, I made this a law in Switzerland. I registered in Switzerland. That means all my wealth and all my assets, whatever I have now or will have in the future, it will go to all the people who are with me. So I actually redefined family. Means people see, family means it could be my family, my father, mother, wife, child. But that's not family. I said all the people in the world who are walking with me are my family. Beyond caste, country, culture, color, creed, language, religion. We have everybody. We have people in Saudi Arabia. We have so many different languages, religions. So many people are connected, right? In all these countries. So I put them all in, and there is only 2 countries where you can register it. One in Switzerland, one in London. And London, I was not too sure. Even though we are registered in London, I was not very sure about the law of London, how far they will hold it. So I decided to register in Switzerland. And not only Switzerland, under the division, it's under the federal government. Means I can't even change it now. What I registered, even I can't change. So it's a law. ലിസ മാം എന്തൊക്കെ സംസാരിക്കാമോ? ലിസ മാം ഒരു റിട്ടയർഡ് ടീച്ചറാണ്. മോൻജി ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ഗുരുവും ശിഷ്യനും ക്ലാസ്മേറ്റും എല്ലാം ഒന്നിച്ചു കൂടിയ ഒരു നിമിഷത്തെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനൊരു നിമിഷം എന്ന് പറഞ്ഞാൽ പുതുവർഷത്തിൽ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് തന്നെയാണ് ധന്യമുഹൂർത്തം. ഒത്തിരി സന്തോഷം തോന്നി ഈ കൂടിക്കാഴ്ചയിൽ. ഞാനത് ശരിക്കും അനുഭവിച്ചു. കാരണം ഇതിന്റെ ഒരു ചെറിയൊരു മാതൃക എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി നന്നായിരിക്കുന്നു സാറേ, ഒത്തിരി നന്നായിരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം, മോഹൻജി സാറിന്റെയും കമൽജി സാറിന്റെയും ഒക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അവസരോചിതമായിട്ട് ചെയ്യുന്ന ഓരോ ധന്യ മുഹൂർത്തങ്ങളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നു, നമ്മുടെ ആനന്ദകരമാക്കുന്നു. അതാണ് നമ്മുടെ സമ്പാദ്യം. ഒത്തിരി നല്ല ഒരു സെഷൻ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. വിജയരബിന്ദു സാർ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ കേട്ടോ. നമ്മളെ വളരെ ആത്മീയമായ സംസാരിക്കുന്ന ഒരാളാണ് മോഹൻജി വിജയരബിന്ദു സാർ. മോഹൻജി നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് വിജയരബിന്ദു. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്.
വിചാരബിന്ദു എൻ്റെ ബ്രഹ്മചാര്യ ദീക്ഷയിൽ കിട്ടിയ പേരാണ്. എൻ്റെ ഒറിജിനൽ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ റിട്ടയർഡ് വിജിലൻസ് ഓഫീസറാണ് KSRTC. ഒരു 72 വയസ്സിൽ കൂടുതലുണ്ട് എനിക്ക്. ആത്മീയത്തിൽ ഞാൻ ക്രിട്ടിക്കൽ മെറ്റഫിസിക്സ് ആണ് എൻ്റെ റിസർച്ച് സബ്ജക്റ്റ്. വെറുതെ ആത്മീയം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അത് എങ്ങനെ മനുഷ്യനെ പ്രയോജനപ്പെടുത്താം, ദൈനംദിന ജീവിതത്തിൽ ആത്മീയതയ്ക്കുള്ള സ്ഥാനം എന്താണ്. എസ്പെഷ്യലി the point where I would like to pinpoint and stress is the life of Lord Krishna. How very much cleverful, how very much effective, how very much truthful, how very much practical minded he was in dealing with the everyday problems of human beings. How he could tackle everything. Whatever be the criticism that is targeted against him, whatever be the ideas that may be attributed to his doings, he stands above all. That is what we have to study from Lord Krishna. This is the way in which I interpret metaphysical philosophy. ഇതിൽ നിന്ന് വിഭിന്നമായി നമ്മൾ എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിനകത്ത് കെട്ടിവെച്ചിരിക്കുന്ന വിഗ്രഹമാണ് ശ്രീകൃഷ്ണൻ എന്ന് ധരിച്ചു പോയാൽ നാം വീണ്ടും പതനത്തിലേക്കാണ് പോകുന്നത്. മറിച്ച് ലോകോപകാരപ്രദമായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എവിടെയെല്ലാം തിന്മയുണ്ടോ അതിനെ എങ്ങനെയെല്ലാം നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും, നന്മയുടെ പുറകെയുള്ള അന്വേഷണത്വരയുമായിട്ട് നമുക്ക് എപ്പോഴെല്ലാം പോകാൻ സാധിക്കുമോ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി മാറുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക ശംഖനാദത്തിന്റെ ധ്വനി ശ്രീകൃഷ്ണന്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ധ്വനി നാം കൃത്യമായി പഠിച്ചെടുത്തതിന് ശേഷം ഭഗവത്ഗീതയെ കൃത്യമായി നാം ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. You need not go anywhere. Occasions will come to you. Opportunities are there which are served before you. Those opportunities that come to you, just do it so that you will be able to fulfill the very purpose of your life. നിങ്ങൾ വേറെ ഒന്നുമേ അന്വേഷിച്ചു പോകണ്ട. അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ അന്വേഷണത്വരയുടെ പിറകിലായിരിക്കും. മറിച്ച് ജീവിതം ധന്യമാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലോ നിങ്ങളുടെ സുഖകരമായ സന്ദർഭങ്ങളിലോ നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ചില പ്രത്യേക സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ കണ്ണടച്ചു കളയരുത്. അവിടെ നിങ്ങൾ രണ്ട് കണ്ണും തുറന്നു പിടിച്ച് ഹൃദയത്തിന്റെ വിശാലതയിലേക്ക് എടുത്ത് ചാടി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുക. അവിടെ ഒരു പിന്തിരിഞ്ഞോട്ടം ഭീരുവിന്റെ സ്വഭാവമാണ്. ഭീരുത്വമില്ലാതെ നിഷ്കളങ്കതയോടുകൂടി നിർമ്മമതയോടുകൂടി നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന അവസരങ്ങൾ മുഴുവൻ വിനിയോഗിക്കാൻ സാധിക്കുമോ അപ്പോഴാണ് നിങ്ങൾ സ്വാർത്ഥതയില്ലാത്ത ഒരു കർമ്മിയായി മാറുന്നത്. അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പടുകുഴിയിൽ വീണിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമായിരിക്കും, നിങ്ങളോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിരിക്കും എന്നുള്ള ഉദാത്തമായ ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ അൾട്രൂയിസം പ്രവൃത്തികളിലെല്ലാം ഏർപ്പെടുന്നത്. എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. മോഹൻജിക്ക് നമസ്കാരം. വളരെ കറക്റ്റ് സാർ, വളരെ വളരെ കറക്റ്റ്. ടീച്ചർ, യു ആർ ഡൂയിങ് ദി വോട്ട് ഓഫ് താങ്ക്സ്. വളരെ വളരെ സന്തോഷം. അതായത് തുടക്കം തന്നെ നമ്മുടെ സൂര്യ മാമിന്റെ വാക്കുകൾ ഒരു ഹൃദയത്തിൽ തൊടുന്ന തന്നെയാണ്. മാഡം പറഞ്ഞതുപോലെ ഒരു 5-6 മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനും ഇന്നിവിടെ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു എന്താ പറയാ അതിനൊരു വാക്കുകൾ പോലും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ഇതുവരെ എന്താ പറയണ്ട വാക്കുകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും മാത്രം കണ്ട മോഹൻജിയെ നേരിട്ട് കാണാൻ പറ്റി. നേരിട്ട് എന്ന് തന്നെ പറയാം, ഓൺലൈനിലൂടെയുള്ള ഈ കാഴ്ചയെ. ശരിക്കും എനിക്ക് ഒരു 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അധ്യാപകര് എപ്പോഴും ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് പറയാറുണ്ട്. ക്ലാസ് റൂമിലായാലും ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അന്ധതയെ നീക്കി പ്രകാശം നൽകുന്നവനാണ് എന്നൊക്കെ പറയുമ്പോഴേ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും അറിവിന്റെ ആവശ്യമില്ല, പകരം തിരിച്ചറിവാണ് വേണ്ടത്. മോഹൻജിയുടെ ഓരോ
രാവിലെ കേൾക്കുന്ന ഓരോ വാക്കുകളും അത് നമ്മുടെ കുട്ടികൾക്കോ അല്ലെ നമുക്കോ ഒക്കെ അറിവിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു തിരിച്ചറിവ് നൽകുന്നത് തന്നെയാണ്. ഈ നമ്മുടെ ഓരോ സുപ്രഭാതത്തെയും വളരെ മനോഹരമാക്കുന്ന മോഹൻജി, അതോടൊപ്പം തന്നെ അതിന് രാവിലെ തന്നെ നമുക്ക് ഇട്ടുതരുന്ന കമൽജി, അവരോടൊക്കെ എന്താ പറയാ സ്നേഹത്തിന്റെ ഭാഷയില് എന്താ വാക്കുകൾക്കപ്പുറത്തെ ഒരു സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ ധന്യമാക്കിയ മോഹൻജി, സൂര്യ മാം, രമേശൻ മാസ്റ്റർ, കമൽജി, എല്ലാവർക്കും എന്താണ് ഹൃദയത്തിന്റെ ഭാഷയിലെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കലാണ്. നന്ദിയല്ല. അപ്പൊ നമുക്ക് എന്തായാലും കമൽജി എന്ന് അവസാനിപ്പിച്ചോട്ടെ. നമുക്കിന്ന് എല്ലാവർക്കും വളരെ സന്തോഷമായ ദിവസമായി. Thanks to all of you. Thanks to all of you. Thank you very much. Thank you, Mohanji. Thank you. We can quit. Thank you everybody.